പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പുണ്യങ്ങളിലൂടെയുള്ള യാത്ര നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുള്ള ശാന്തതയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ശാന്തത എന്ന് പറയുന്നത് പ്രശ്നങ്ങളുടെയും വേദനകളുടെയും തകർച്ചകളുടെയും അസാധ്യമെന്ന് മനുഷ്യൻ കരുതപ്പെടുന്ന അവസ്ഥകളിലും ദൈവമുണ്ട്, അവിടുത്തെ സ്നേഹമുണ്ട്, അവിടുത്തെ കരുതലുണ്ട്. എന്നെ ദൈവം രക്ഷിക്കും, വഴിനടത്തും എന്നുള്ളൊരു ഉറപ്പാണ് ശാന്തത. കർത്താവ് ചങ്കിലകത്തുള്ളവന് ജീവിതത്തിൻ്റെ ഏത് പ്രതികൂല സാഹചര്യവും ഏറ്റവും സൗമ്യമായി ശാന്തമായി മറികടക്കാനായിട്ട് സാധിക്കും. അതുതന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണുക. ശാന്തമായി ഒഴുകുന്ന നദി പോലെ ആയിരുന്നു പരിശുദ്ധ അമ്മയുടെ ജീവിതം എന്ന് പറയുന്നത്. ഒത്തിരി സഹനങ്ങൾ. ഈശോയെ ഇങ്ങനെ ഗർഭിണിയായിരിക്കുമ്പോൾ, പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോഴാണ് ബെത്ലഹേമിലെ തെരുവുകളിലൂടെയുള്ള യാത്ര. ഒത്തിരി വാതിലുകളിൽ മുട്ടി, ഒരു വാതിലും തുറന്നില്ല. പക്ഷെ പരിശുദ്ധ അമ്മ ശാന്തമായിരുന്നു. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ആ പദ്ധതി നിറവേറും, എനിക്കുറപ്പാണ്. അങ്ങനെ കാലിത്തൊഴുത്തിൽ ആ ദാരിദ്ര്യത്തിൻ്റെ പരമകോടിയിൽ ദൈവം പിറക്കാണ്. ശാന്തമായി പരിശുദ്ധ അമ്മ ദൈവത്തെ ഈ ഭൂമിയിലേക്ക് നൽകാൻ ഏറ്റവും ശാന്തമായി. ഈജിപ്തിലേക്കുള്ള പലായന വേളയിലും പരിശുദ്ധ അമ്മ ശാന്തമായിരുന്നിരിക്കണം, എനിക്ക് ഉറപ്പാണ്. കാരണം പരിശുദ്ധ അമ്മയ്ക്ക് ഉറപ്പുണ്ട്, എൻ്റെ കൂടെ ദൈവമുണ്ട്. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ തലയിൽ ഒരു മുടിയിഴ പോലും കൊഴിയപ്പെടുന്നില്ലെന്നുള്ളൊരു ബോധ്യം പരിശുദ്ധ അമ്മയ്ക്കുണ്ട്. ശാന്തമാണ് അവൾ, ഏറ്റവും സൗമ്യമാണ് അവൾ. ഏറ്റവും ശാന്തമായിട്ട് പരിശുദ്ധ അമ്മ ജീവിക്കുമായിരുന്നു. വീഞ്ഞ് തീർന്നു പോയപ്പോൾ പരിഭ്രാന്തരായ ആ വീട്ടുകാരെ കണ്ടിട്ട് പരിശുദ്ധ അമ്മ അവരോട് പറഞ്ഞിരുന്നിരിക്കണം, പരിഭ്രമിക്കണ്ട, ഈശോ ഉണ്ടല്ലോ, വിഷമിക്കണ്ട, ഈശോ ഉണ്ടല്ലോ. അങ്ങനെ ഈശോയിലേക്ക് ചെല്ലുകയും ഈശോ പരിശുദ്ധമ്മ പറയുന്നത് കേട്ട് ആവശ്യപ്രകാരം ആദ്യത്തെ അത്ഭുതം ചെയ്യുകയും ചെയ്യണം. ശാന്തമായിട്ട് അവൾ ജീവിച്ചിട്ടുണ്ടാകാം, ശാന്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടാകാം. നമ്മൾ ഒരിക്കലും ഓർക്കുന്നില്ലേ, ശിമയോൻ്റെ അടുത്ത് ഈശോയെ സമർപ്പിക്കാൻ ചെന്നപ്പോൾ, ദേവാലയത്തിൽ സമർപ്പിക്കാൻ ചെന്നപ്പോൾ ശിമയോൻ എന്താ പറഞ്ഞത്? നിൻ്റെ ഹൃദയത്തിൽ ഒരു വാൾ തുളച്ചു കയറും. എനിക്കുറപ്പുണ്ട്, നമുക്കുറപ്പുണ്ട്, പരിശുദ്ധമ്മ ശാന്തമായി കേട്ടിട്ടുണ്ടാവണം, ശാന്തമായത് ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടാവണം. ദൈവം കൂടെ ഉള്ളവന് ഏത് വാക്സരങ്ങളും ഏത് വേദനിപ്പിക്കുന്ന അവസ്ഥകളും ശാന്തമായി സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ എൻ്റെ ഹൃദയത്തിന് അങ്ങ് ശാന്തത നൽകി അനുഗ്രഹിക്കണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.